പതിനായിരക്കണക്കിന് കാനറി ആരാധകരെ നെഞ്ചിടിപ്പിന്റെ മുനയിൽ നിർത്തിയ 90 മിനിറ്റുകൾക്കൊടുവിൽ ബ്രസീലിന് നാടകീയ വിജയം. ഫിഫ ലോകകപ്പിന്റെ അടുത്ത പോരാട്ടങ്ങൾ നിറഞ്ഞ ഗ്രൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനെ 1-2 ഗോളുകൾക്ക് തകർത്ത് ബ്രസീൽ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. മത്സരം അധിക സമയത്തേക്ക് നീങ്ങുമെന്ന് ഉറപ്പിച്ചിരുന്ന ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷങ്ങളിലാണ് ബ്രസീൽ തങ്ങളുടെ വിജയ ഗോൾ കണ്ടെത്തിയത്. ആദ്യ പകുതിയിൽ ജപ്പാന്റെ വേഗതയേറിയ നീക്കങ്ങൾക്ക് മുന്നിൽ പകച്ചുപോയ ബ്രസീൽ രണ്ടാം പകുതിയിൽ വരുത്തിയ തന്ത്രപരമായ മാറ്റങ്ങളിലൂടെയാണ് കളം പിടിച്ചടക്കിയത്. പകരക്കാരനായി ഇറങ്ങി രക്ഷകനായി മാറിയ ഗബ്രിയേൽ മാർട്ടിനെല്ലിയുടെ ഇഞ്ചുറി ടൈം ഗോളാണ് കാനറിക്ക് പ്രീ ക്വാർട്ടർ ടിക്കറ്റ് ഉറപ്പാക്കിയത്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ പന്തടക്കത്തിൽ ബ്രസീൽ മുന്നിട്ട് നിന്നെങ്കിലും കളി കൃത്യമായി നിയന്ത്രിച്ചതും കാനറിപ്പടയെ വെറും കാഴ്ചക്കാരാക്കി മാറ്റിയതും ജപ്പാന്റെ വേഗതയേറിയ കൗണ്ടർ അറ്റാക്കുകളായിരുന്നു. സൂപ്പർ താരം നെയ്മറെ ഇത്തവണയും സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടുത്താതെ ബെഞ്ചിലിരുത്താനുള്ള കോച്ച് കാർലോ അഞ്ചലോട്ടിയുടെ തന്ത്രം ആദ്യ പകുതിയിൽ ബ്രസീലിന് കനത്ത് തിരിച്ചടിയാകുന്ന കാഴ്ചയ്ക്കാണ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. മത്സരത്തിന്റെ 29-ാം മിനിറ്റിലാണ് കാനറി ആരാധകരെ ഒന്നടങ്കം നിശബ്ദരാക്കിയ ആ നിമിഷം പിറന്നത്. മൈതാനത്തിന്റെ മധ്യത്ത് വെച്ച് ബ്രസീലിയൻ പ്രതിരോധ താരം ഡാനിലോ വരുത്തിയ ഒരു ഗുരുതരമായ മിസ്പാസ് ആണ് എല്ലാത്തിനും തുടക്കമിട്ടത്. ഡാനിലോയുടെ കാൽക്കൽ നിന്ന് കൃത്യസമയത്ത് പന്ത് തട്ടിയെടുത്ത ജപ്പാന്റെ കെയ്ഷു സനോ നടത്തിയ ഒറ്റയാൾ കുതിപ്പ് ബ്രസീൽ പ്രതിരോധ നിരയെ പൂർണ്ണമായും അമ്പരപ്പിച്ചു. സനോയുടെ വേഗതയ്ക്ക് മുന്നിൽ ബ്രസീലിന്റെ ലോകോത്തര പ്രതിരോധ താരങ്ങൾക്ക് മറുപടിയില്ലായിരുന്നു. മുന്നോട്ട് കുതിച്ച സനോയെ തടയാൻ ബ്രസീലിന്റെ വെറ്ററേനിയൻ താരം കാസ്മിറോ പരമാവധി ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിനും അതീവ വിദഗ്ധമായി വെട്ടിച്ച് സനോ ബോക്സിന്റെ തൊട്ട് മുൻപിലെത്തി. തുടർന്ന് പ്രതിരോധ നിരയ്ക്ക് യാതൊരു അവസരവും നൽകാതെ ബോക്സിന് തൊട്ട് വെളിയിൽ നിന്ന് സനോ തൊടുത്ത മനോഹരമായ ഒരു ലോ ഡ്രൈവ് ഷോട്ട് ബ്രസീലിയൻ വിശ്വസ്ത കീപ്പർ ആലിസൺ ബെക്കറെ പൂർണ്ണമായും നിസ്സഹായനാക്കി. വലയുടെ ഇടതു മൂലയിലേക്ക് തുളച്ചു കയറുകയായിരുന്നു. ഈ ഗോളോടെ 1-0 എന്ന സ്കോറിന് ജപ്പാൻ മത്സരത്തിൽ ആധികാരികമായി മുന്നിലെത്തി. ഗോൾ വഴങ്ങിയതിന് പിന്നാലെ ബ്രസീൽ തുടർച്ചയായ ആക്രമണങ്ങൾ അയച്ചുവിട്ടെങ്കിലും വിനീഷ്യസിന്റെയും റോഡ്രിഗോയുടെയും ഗോൾ ശ്രമങ്ങളെല്ലാം ജപ്പാന്റെ കനത്ത പ്രതിരോധ മതിൽ തട്ടി തെറിക്കുകയായിരുന്നു. ജപ്പാന്റെ അച്ചടക്കമുള്ള കളിശൈലിക്ക് മുൻപിൽ ബ്രസീൽ താരങ്ങൾ മൈതാനത്ത് പരസ്പരം കോപിക്കുന്നതും സമ്മർദ്ദത്തിലാകുന്നതുമായ ചിത്രത്തോടെയാണ് ആദ്യ പകുതി അവസാനിച്ചത്. ആദ്യ പകുതിയിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാന് മുന്നിൽ 1-0 ഗോളുകൾക്ക് പിന്നിലായ ബ്രസീൽ ടീം കനത്ത സമ്മർദ്ദത്തോടെയാണ് വിരലെണ്ണാവുന്ന ഇടവേള നിമിഷങ്ങളെ നേരിട്ടത്. എന്നാൽ രണ്ടാം പകുതിക്കായി കാനറിപ്പട കളം നിറഞ്ഞത് തികച്ചും വ്യത്യസ്തമായ ഒരു ബോഡി ലാംഗ്വേജോടെയും കടുത്ത ആക്രമണ ശൈലിയോടെയുമായിരുന്നു. കോച്ച് കാർലോ അഞ്ചലോട്ടിയുടെ തന്ത്രപരമായ ചില നീക്കങ്ങളാണ് കളി ബ്രസീലിന്റെ കൈകളിലേക്ക് തിരികെ എത്തിച്ചത്. ഇടവേള കഴിഞ്ഞ ഉടൻ തന്നെ മധ്യനിരയിൽ മാറ്റം വരുത്താൻ അഞ്ചലോട്ടി തീരുമാനിച്ചു. ആദ്യ പകുതിയിൽ നിറം മങ്ങിയ ലൂക്കാസ് പക്വേറ്റയെ പിൻവലിച്ച് ബ്രസീലിന്റെ യുവവിസ്മയം എൻട്രിക്കിനെ കോച്ച് മൈതാനത്തിറക്കി. അതോടെ ബ്രസീലിന്റെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂടി. കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിൽ മത്സരത്തിന്റെ 56-ാം മിനിറ്റിൽ ബ്രസീൽ കാത്തിരുന്ന മറുപടി ഗോൾ പിറന്നു. പ്രതിരോധ താരം ഗബ്രിയേൽ ജപ്പാൻ ബോക്സിനുള്ളിലേക്ക് ഉയർത്തി നൽകിയ കൃത്യതയാർന്ന മനോഹരമായ ഒരു ക്രോസ് വെറ്ററേനിയൻ താരം കാസ്മിറോ ജപ്പാൻ വലയിലേക്ക് പായിച്ചു. സമനില വഴങ്ങിയതോടെ ജപ്പാൻ തങ്ങളുടെ പ്രതിരോധ കോട്ട കൂടുതൽ ശക്തമാക്കുകയും കടുത്ത രീതിയിൽ ബ്രസീലിനെ പ്രതിരോധിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് ജപ്പാൻ ബോക്സിനകത്ത് ബ്രസീൽ തുടരാക്രമണങ്ങളുമായി കളം നിറഞ്ഞതോടെ പ്രതിരോധിക്കാൻ ജപ്പാൻ ഏറെ പ്രയാസപ്പെട്ടു. നിശ്ചിത 90 മിനിറ്റിലും ഇരു ടീമുകളും ഓരോ ഗോൾ വീതം അടിച്ച് സമനില പാലിച്ചതോടെ മത്സരം അധിക സമയത്തേക്ക് നീങ്ങുമെന്ന് സ്റ്റേഡിയത്തിലെ 10,000-കണക്കിന് ആരാധകരും ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷങ്ങളിൽ കളിയുടെ ആ മാന്ത്രിക നിമിഷം പിറന്നു. ജപ്പാൻ ബോക്സിന്റെ തൊട്ട് വെളിയിൽ വെച്ച് പ്രതിരോധ താരങ്ങൾക്കിടയിലൂടെ ബ്രൂണോ ഗ്യൂമറസ് അതീവ കൃത്യതയോടെ നൽകിയ ഒരു മനോഹരമായ പാസ് ഓടിക്കേറിയ മാർട്ടിനെല്ലി കൃത്യമായി സ്വീകരിച്ച് അതീവ മനോഹരമായി ജപ്പാൻ വലയിലാക്കുകയായിരുന്നു. ആ തകർപ്പൻ ജയത്തോടെ പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്ത് ബ്രസീൽ അടുത്ത പോരാട്ടത്തിലേക്ക് ആരെയായിരിക്കും നേരിടുക എന്ന് കാത്തിരിക്കുകയാണ്. നോക്കൌട്ട് ലൈനപ്പ് അനുസരിച്ച് നോർവേ ഐവറി കോസ്റ്റ് മത്സരങ്ങളിലെ വിജയിയാണ് ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ നേരിടേണ്ടി വരിക. ഗ്രൂപ്പ് ഘട്ടത്തിലെ പിഴവുകൾ തിരുത്തി ഈ ലോകകപ്പിൽ മുന്നേറാൻ സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.